നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 57. കാർ ഓടിക്കുമ്പോഴും ജെയ്യുടെ മനസ്സിൽ ആ ചിന്ത തന്നെയായിരുന്നു. അതെങ്ങനെയാണ് ഒന്ന് ചോദിച്ചറിയാൻ സാധിക്കുക? മീനുവിനോട് ചോദിച്ചാൽ ഉത്തരം ഒരിക്കലും കിട്ടില്ല. മീനുവിൻ്റെ മകളെക്കുറിച്ചറിയണം. അത് വല്ലാത്തൊരു താല്പര്യമായിരുന്നു ജെയിലുണ്ടാക്കിയത്. ഇന്നലത്തെ പിറന്നാൾ വിശേഷങ്ങൾ പറയുകയായിരുന്നു അമ്മ. അതിനിടയ്ക്ക് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അത് വീണ് കിട്ടി. മോനെ, ഇന്നലെ പിറന്നാളിന് ഒരു ഗസ്റ്റ് വന്നിരുന്നു, മോൻ കണ്ടിരുന്നോ? പെട്ടെന്നായിരുന്നു അമ്മയുടെ ആ ചോദ്യം. പിറന്നാളിന് ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതല്ല മോനെ, മീനുവിൻ്റെ മകൾ വന്നിരുന്നു, മോൻ കണ്ടില്ലേ? താൻ ആഗ്രഹിച്ച അതേ ചോദ്യം, അതേ കാര്യം ജയ് അമിതമായ താല്പര്യത്തോടെ പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ കണ്ടിരുന്നു, മീനുവിൻ്റെ മകൾ അല്ലേ, അമ്മു എന്നാണല്ലേ പേര്. മീനുവിനൊരു മകളുണ്ടെന്ന കാര്യം വിവാഹത്തിന് മുമ്പ് നിനക്കറിയില്ലായിരുന്നോ? അമ്മയുടെ അടുത്ത ചോദ്യം. അറിയായിരുന്നു, മീനു പറഞ്ഞിരുന്നു, ഡിവോഴ്സാണെന്നും മകളുണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു അമ്മ. ജയ് മറുപടി പറഞ്ഞു. മീനുവിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയാമോ? അമ്മയുടെ അടുത്ത ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് ജയ്ക്കറിയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ചൊക്കെ മീനു പറഞ്ഞ് എനിക്കറിയാം. മീനുവും മകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ നിന്നോട് എന്താ പറഞ്ഞത്? അതിന് മറുപടി പറയാൻ ജയ്ക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജയ് ഒന്നും മിണ്ടിയില്ല. അല്ല, ഞങ്ങൾ അവളുടെ പാസ്റ്റിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല മാം. എനിക്ക് തോന്നി നിനക്കതൊന്നും അറിയില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എൻ്റെ മകളെക്കുറിച്ച് എനിക്കറിയാമല്ലോ. അമ്മയും ജയും തമ്മിലുള്ള സംസാരം നീളുകയാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിലാണ് മീനു പിൻസീറ്റിലിരിക്കുന്നത്. അവൾ ഇപ്പോഴും ആ വേദനയിൽ തന്നെയാണ്. മകൾ തന്നോട് കാണിക്കുന്ന അവഗണന, അവളുടെ ആ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ അവൾക്ക് സാധിക്കില്ലായിരുന്നു. അവൾ ആ ചിന്തയിലും അറിയാതെ ഒഴുകുന്ന കണ്ണുനീരിലുമായിരുന്നു. ഇടയ്ക്ക് ജയ് മീനുവിനെ ഒന്ന് നോക്കിയപ്പോഴും അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജയ്യുടെയും അമ്മയുടെയും സംസാരം അവൾ കേട്ടതേയില്ല. അമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങി. അവളെ നീ ഒന്ന് നോക്കേ, ജയ്യോടായി അമ്മ പറഞ്ഞു. ജയ് മീനുവിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മകൾ വന്നതിൻ്റെ വേദനയാണ് അവളുടെ മുഖത്ത്. മനസ്സിലായോ നിനക്ക്? എനിക്കത് ഇന്നലെ തന്നെ മനസ്സിലായിരുന്നു അമ്മ. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ? അത് മറ്റാരും അനുഭവിക്കില്ലല്ലോ, അല്ലേ മോനെ? അമ്മ പറഞ്ഞത് ജയ്ക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മകളായതുകൊണ്ട് എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ മോനെ. മറച്ചു വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അമ്മ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനുള്ള താല്പര്യം ജയിൽ കൂടിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എൻ്റെ മകള് ഇത്രയും വലിയ പരാജയപ്പെട്ടു പോയ ഒരമ്മയും ഒരു ഭാര്യയുമായത്. അതിൽ എനിക്കും ഭയങ്കര സങ്കടമുണ്ട് മോനെ. പക്ഷെ ഞാൻ ആരോട് പറയാനാ? അമ്മ അല്പം ഒന്ന് വിങ്ങി. വാക്കുകൾ പെട്ടെന്ന് മുറിഞ്ഞു പോയതുപോലെ. അല്ല മാം, എന്താ മീനുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അമ്മയോടായി ജയ് ചോദിച്ചു. അവൾക്കൊരിക്കലും നല്ലൊരു ഭാര്യയാവാൻ സാധിക്കില്ല. അതൊരു വലിയ സത്യമാണ്. അതവൾ 2 തവണയും തെളിയിച്ചു. അതേപോലെ അവൾക്കൊരിക്കലും നല്ലൊരു അമ്മയാവാനും സാധിക്കില്ല. അതും അവൾ തെളിയിച്ചു. അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ മോനെ?
അമ്മയുടെ ആ പറച്ചിൽ കേട്ട് ജയ്ക്ക് അല്പം ഷോക്ക് തന്നെ ഉണ്ടായി. 2 തവണ തെളിയിച്ചെന്നൊക്കെ പറയുമ്പോൾ അതിന് മീനു ഇതിനു മുമ്പ് വേറൊരു വിവാഹം കൂടി കഴിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരാളുടെ കാര്യം അറിയത്തുള്ളൂ. അപ്പോൾ ഞാനുമായുള്ള മീനിൻ്റെ വിവാഹം മൂന്നാമത്തേതാണോ? അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ജയ് ചോദിച്ചു. ജയ് മീനുവിനെ ഒന്ന് നോക്കി. അവൾ ഇപ്പോഴും ആ ചിന്തയിൽ തന്നെയാണ്. അയ്യോ, ഞാനതല്ല ഉദ്ദേശിച്ചത്. അവളുടെ ഒരു വിവാഹമേ മുമ്പ് നടന്നിട്ടുള്ളൂ. രണ്ടാമത്തെ വിവാഹം മോനുമായിട്ടുള്ളതാണ്. മോൻക്ക് പറയാൻ പറ്റുമോ എൻ്റെ മകൾ നിനക്ക് നല്ലൊരു ഭാര്യയാണെന്ന്? പെട്ടെന്നുള്ള അമ്മയുടെ ആ ചോദ്യം ആ ഷോക്കിൽ തന്നെ കേട്ടതുകൊണ്ട് ജയ്ക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അല്ല, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ്? എനിക്കറിയാം മോനെ, എൻ്റെ മകൾ നിനക്കൊരു നല്ല ഭാര്യ അല്ല എന്ന കാര്യം. അവളുടെ സ്വഭാവം അതെങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ അവളുടെ അമ്മയല്ലേ. അമ്മ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും ജയ്ക്കൊരു പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല. നിന്നോട് അവൾ എത്രത്തോളം മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും എനിക്കറിയാം. മീനുവും താനും തമ്മിലുള്ള ബന്ധം, അതും തങ്ങളുടെ കിടപ്പുമുറിയിൽ മാത്രം സംഭവിക്കുന്ന അവഗണന, അതെങ്ങനെയാണ് അമ്മ മനസ്സിലാക്കിയത്? ജയ് വല്ലാണ്ട് കൺഫ്യൂഷനിലായി. അവൻ മീനുവിനെ വീണ്ടും നോക്കി. തങ്ങളുടെ സംസാരം അവൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ നടക്കുന്നത് അവൾ അമ്മയോട് പറയുന്നുണ്ടോ? ജയ്ക്ക് അതിനൊരു ഉത്തരമുണ്ടായിരുന്നില്ല. അവൾ ആകെ ആശയക്കുഴപ്പത്തിലായതുപോലൊരവസ്ഥ. നീ എന്താ ഒന്നും പറയാതെ? ഒന്നും പറയാനില്ലേ നിനക്ക്? നിന്നെപ്പോലൊരു പാവം ചെക്കനെ, അത്രയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരുത്തനെ കിട്ടിയിട്ടും അവൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവളുടെ ആദ്യ വിവാഹം തകർന്നത് അവളുടെ കുറ്റം കൊണ്ടാണെന്ന് ഊഹിക്കാൻ എനിക്കൊരുപാട് സമയമൊന്നും വേണ്ടല്ലോ. അമ്മ പറഞ്ഞത് ജയ്ക്ക് ഒട്ടും മനസ്സിലായില്ല. തങ്ങൾക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും അമ്മ എങ്ങനെ മനസ്സിലാക്കി? ആ ചോദ്യം ജയ്യുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിയുന്നു. മീനുവിൻ്റെ ആദ്യ വിവാഹം തകരാനുള്ള കാരണം മീനുവിൻ്റെ സ്വഭാവമാണെന്നാണ് അമ്മ പറഞ്ഞു വയ്ക്കുന്നത്. അത് സത്യം തന്നെ ആയിരിക്കുമോ? ജയ്യുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. പിന്നെ അമ്മയുടെ ചോദ്യം മീനുവിനോടായിരുന്നു. ഡി, നീ ഈ ലോകത്തൊന്നും അല്ലേ? ഞങ്ങളീ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? മീനുവിനെ തട്ടി വിളിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. എന്താ പറഞ്ഞേ? എന്താ? എനിക്ക് ഒന്നും, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ സംസാരിക്കില്ലേ? ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോയില്ല. ഞാനിവിടെ ഉണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണല്ലോ നിങ്ങൾ രണ്ടുപേരുടെ സംസാരം. പിന്നെ ഞാനെന്നാ നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നത്? അത്രയേ ഉള്ളൂ. മനസ്സിലായി, നീ ഈ ലോകത്തല്ല എന്ന് എനിക്ക് മനസ്സിലായി, അമ്മ മറുപടിയായി പറഞ്ഞു. എന്താ പറഞ്ഞേ? അല്ല, ഞാനിവനോട് പറയായിരുന്നു, നിന്റെ വിവാഹ ജീവിതം തകർന്നതിന് കാരണം നീയാണെന്ന്. അതൊരു സത്യമല്ലേ? പെട്ടെന്ന് തലക്കേറ്റ ഒരടിയായിരുന്നു മീനുവിന് അമ്മയുടെ ആ അഭിപ്രായം. എന്ത്? മനസ്സിലായില്ല. അമ്മ എന്താ ഉദ്ദേശിച്ചേ? അവൾ ഞെട്ടിയതുപോലെയായിരുന്നു അമ്മയോട് ചോദിച്ചത്. നീ ഇപ്പം കരയുന്നതും നിൻ്റെ ഈ മുഖത്തുള്ള ഇപ്പോഴത്തെ നിൻ്റെ വിഷമത്തിൻ്റെയും കാരണം നിൻ്റെ മകളാണ് അല്ലേ? നിൻ്റെ മകൾ നിന്നോട് കാണിക്കുന്ന അവഗണനയാണ്. സത്യത്തിൽ അതിന് കാരണം എന്താ? നീ തന്നെയല്ലേ? ഏതെങ്കിലും ഒരു മകൾ സ്വന്തം അമ്മയെ തള്ളിപ്പറയോ? അങ്ങനെ ഒരു മകൾ ഒരമ്മയെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ സ്വഭാവം കൊള്ളില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? അമ്മയുടെ ആ വാക്കുകൾ ഇന്ന് വരെ അവൾ കേട്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. ആദ്യമായിട്ടാണ്
തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമ്മ ഇത്രയും സംസാരിക്കുന്നത് തന്നെ മീനുവിന് മറുപടിയൊന്നും പറയാൻ സാധിച്ചില്ല. അമ്മ എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ തന്നെ തകർന്നിരിക്കുകയായിരുന്നു മീനു. അതിനിടയ്ക്ക് അമ്മയുടെ ഈ കുത്തുവാക്ക്, ഇത്രയും വർഷമായി അവൾ കേട്ടിട്ട് പോലുമില്ലാത്ത കുത്തുവാക്ക്, അതവൾക്ക് വല്ലാത്ത വേദന സമ്മാനിച്ചു. നിന്റെ ആദ്യ വിവാഹവും ഇപ്പോഴത്തുള്ള ഇവനുമായുള്ള നിന്റെ വിവാഹ ജീവിതവും കണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. നീ ഒരിക്കലും ഒരു നല്ല ഭാര്യയല്ല, നല്ലൊരു അമ്മയുമല്ല. കാരണം നിന്റെ സ്വഭാവം അങ്ങനെയാണ്. എൻ്റെ മകളായതുകൊണ്ട് തന്നെ എനിക്കത് നിന്റെ മുഖത്ത് നോക്കി പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ഇപ്പം ഞാനിത് പറഞ്ഞത് ഇനിയെങ്കിലും നീ തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഇവനെപ്പോലൊരു നല്ല പയ്യനെ കിട്ടിയിട്ട് പോലും നീ ഇത്രയ്ക്കും മോശമായ രീതിയിൽ ഇവനോട് പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇത് നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. അമ്മയുടെ വാക്കുകൾ മീനുവിന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്നവൾ അത്ഭുതത്തോടെ നോക്കി. അതിനും അപ്പുറത്തേക്ക് വേദനയോടെ അമ്മയെ അവളൊന്ന് നോക്കി. പെട്ടെന്ന് മീനുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അമ്മയുടെ സംസാരം ജയ്ക്കും വല്ലാണ്ട് വേദനിപ്പിച്ചതുപോലെ തോന്നി. ജയ്യും മീനുവും പരസ്പരമൊന്ന് നോക്കി. ജയ്യോട് താൻ പെരുമാറുന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അതായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ആ നോട്ടത്തിലുണ്ടായിരുന്നത്. താനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ ജയ് തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ തലയാട്ടി. എങ്ങനെ അമ്മയ്ക്ക് താനും ജയ്യുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലായി? എന്തുകൊണ്ട് അമ്മ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു? ഇതൊക്കെയായിരുന്നു ആ സമയം മീനുവിൻ്റെ മനസ്സിൽ. ഇതിനുള്ള ഉത്തരം കിട്ടാതെ മീനു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. ജയ്ക്കും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. മീനുവിൻ്റെ ഈ അവസ്ഥയിൽ അമ്മ മീനുവിനെ കുറ്റപ്പെടുത്തുന്നത് ഇതാദ്യം എന്ന പോലെ അവളുടെ മുഖം ഭാവത്തിൽ നിന്ന് ജയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് എന്തുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ജയ്യുടെ ചിന്ത. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.